ജീവിതത്തിൽ മുന്നേറുന്ന ചാമ്പ്യന്മാരെ സൃഷ്ടിക്കുന്ന ശ്രീ ബൽദേവ് സിംഗ്, പത്മശ്രീ ജേതാവ് 2026. 1950 നവംബർ 15 പഞ്ചാബിലെ ലുധിയാനയിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ച ബൽദേവ് സിംഗിന്റെ ബാല്യകാലം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ഞാൻ വളരെ ചെറുതായിരുന്നു. ആദ്യമായി ഒരു ദേശീയതല ഹോക്കി മത്സരം കാണുമ്പോൾ അന്ന് ഇന്ത്യയിലെ പ്രമുഖരായ ഹോക്കി താരങ്ങളായിരുന്നു കളിച്ചിരുന്നത്. അവരുടെ പ്രകടനം എന്നെ മോഹിപ്പിച്ചു. ഞാൻ ഹോക്കിയെ പ്രണയിക്കാൻ തുടങ്ങി. ബംഗളൂരിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ നിന്ന് ബൽദേവ് സിംഗ് ഹോക്കി കോച്ചിംഗ് ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കി. 1981 ഹരിയാന സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്ന അദ്ദേഹം പിന്നീട് ഷഹബാദ് മാർക്കണ്ടയിൽ കോച്ചായി എത്തി. ഷഹബാദ് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായി മാറി. ആദ്യ ചുവടുവെപ്പായി അദ്ദേഹം ഷഹബാദിൽ ഹോക്കി ഗ്രൗണ്ടുകൾ നിർമ്മിച്ചു. ബൽദേവ് സിംഗിന്റെ ദൃഢനിശ്ചയവും കൃത്യമായ പരിശീലനവും വളരെ പെട്ടെന്ന് തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കളിക്കാരെ സൃഷ്ടിച്ചു. പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീമിന്റെ കോച്ചായി ചുമതലയേറ്റു. ടീമിനെ നിരവധി വിജയങ്ങളിലേക്ക് നയിച്ചു. പെൺകുട്ടികൾക്കും കളിക്കാരാകാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ അവർക്ക് സാമൂഹികവും സാമ്പത്തികവുമായ തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കുടുംബാംഗങ്ങളെ കണ്ട് ബോധ്യപ്പെടുത്തി. ദൂര മത്സരങ്ങൾക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകാൻ അദ്ദേഹം ഒരു വലിയ കാറ് വാങ്ങി. കൂടാതെ ആവശ്യക്കാർക്ക് സാമ്പത്തിക സഹായവും അദ്ദേഹം നൽകി. ഹോക്കി യുവജനങ്ങൾക്ക് അംഗീകാരവും ജോലിയും നൽകി. പെൺകുട്ടികളുടെ പുരോഗതി ഭാരതത്തെ പുരോഗതിയിലേക്ക് നയിക്കും. അദ്ദേഹത്തിന്റെ പരിശീലനത്തിന് കീഴിൽ പെൺകുട്ടികളുടെ സ്കൂൾ ടീമും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിരവധി പ്രശസ്തമായ ടൂർണമെന്റുകൾ വിജയിച്ച് രാജ്യത്തിന് മുതൽക്കൂട്ടായി. അദ്ദേഹം ഞങ്ങൾക്കൊരു കോച്ച് മാത്രമല്ലായിരുന്നു, പിതൃതുല്യനായ ഒരു മെന്റോറായ അദ്ദേഹം ഞങ്ങളെ ജീവിത വിജയത്തിലെത്തിച്ചു. ആ കാലത്തെ ഷഹബാദിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു: കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ ബൽദേവ് സിംഗ് ജിയുടെ ഗ്രൗണ്ടിൽ വിട്ടാൽ അവളുടെ ജീവിതം അർത്ഥവത്താകും. ഇവിടേക്കുള്ള കളിക്കാരുടെ വലിയ ഒഴുക്ക് മൂലം ഷഹബാദ് ഉടൻ തന്നെ ഇന്ത്യയുടെ ഹോക്കി നഴ്സറി എന്ന പേര് നേടി. 2017 ബൽദേവ് സിംഗ് ഒളിമ്പിക് ടാസ്ക് ഫോഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിലൂടെ ഇന്ത്യയുടെ കായിക നയത്തിന് അദ്ദേഹം വിലപ്പെട്ട സംഭാവന നൽകി. എന്റെ ജീവിതം മുഴുവൻ ഹോക്കിക്കും ഹോക്കി കളിക്കാർക്കും വേണ്ടിയാണ്. ബൽദേവ് സിംഗ് ഒരു വ്യക്തിഗത കോച്ച് മാത്രമല്ല, അദ്ദേഹം ഒരു പാഠശാലയാണ്. ശ്രീ ബൽദേവ് സിംഗ്, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.